കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ ദേഷ്യപ്പെട്ടത്. ഞാൻ ശിവനെ കാണുന്നതേ എന്റെ മകൻ വിഷ്ണുവിനെ കാണുന്നത് പോലെ തന്നെയാ. എന്റെ മരുമകൾ ശാലിനിയും ശിവനെ അതുപോലെ തന്നെയാണോ കാണുന്നതെന്ന് എനിക്കൊരു സംശയം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതേത് രീതിയിലാണെന്ന് എനിക്കറിയണം. അങ്ങനെ സത്യാമ്മ ചോദിച്ചെങ്കിൽ അത് വളരെ മോശമായി പോയി. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഇല്ലെങ്കിൽ സത്യാമ്മ ഇനിയും അത് ആവർത്തിക്കും. അയ്യോ കുഞ്ഞ്, ഞാൻ പറഞ്ഞെന്ന് പറയരുത്. കേട്ടപ്പോ എനിക്കും ബുദ്ധിമുട്ട് തോന്നി, അതാ ഞാൻ പറഞ്ഞത്. ഈ സത്യാമ്മയെ കൊണ്ട് തോറ്റു. അവിടെ അച്ഛച്ചന്റെ കണ്ണട കാണുന്നില്ല, അതിനാ വിളിച്ചത്. എന്നിട്ട് കിട്ടിയോ? ആ കിട്ടി, എടുത്തു കൊടുത്തു. അച്ഛന് ഓർമ്മയില്ല, അത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. പിള്ളേ, ഇതിലൊരു 5000 രൂപയുടെ കുറവ് കാണുന്നുണ്ടല്ലോ. അത് പിന്നെ സത്യാമ്മേ, പൊന്നി കഴിഞ്ഞ ദിവസം ഒരു 5000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഒരു അത്യാവശ്യം അവള് പറഞ്ഞില്ലല്ലോ. ആരുടെ കല്യാണം ഉണ്ടെന്നാ പറഞ്ഞേ. ശരി, നടക്കട്ടെ നടക്കട്ടെ. ആ പിള്ളേ, ഈ ബുക്ക് കൊണ്ടുവച്ചേക്ക്. സത്യാമ്മ, ശിവനോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞെങ്കിൽ അത് വേണ്ടായിരുന്നു. എന്നെ സത്യാമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ മരുമകളാ, വിഷ്ണുവേട്ടന്റെ ഭാര്യയാ. അതുപോലെ അല്ല ശിവൻ. ശിവൻ അന്യനാ, നമ്മുടെ വെറും ജോലിക്കാരനാ. ശിവനും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് സത്യാമ്മ ശിവനോട് ചോദിക്കുന്നതിലും നല്ലത് എന്നോട് ചോദിക്കുന്നതായിരുന്നു. അതിനുള്ള അധികാരവും അവകാശവും സത്യാമ്മയ്ക്കുണ്ട്. ഞാനൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ല ചോദിച്ചത്. ആയിരിക്കാം, പക്ഷെ ശിവൻ എന്ത് തോന്നിക്കാണും? വിഷ്ണുവേട്ടന് എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്താണെന്ന് സത്യാമ്മയ്ക്കറിയാം. അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നതും. ഈ ജന്മം ഞാൻ ജീവിച്ച് തീർക്കുന്നത് എന്റെ വിഷ്ണുവേട്ടന് വേണ്ടിയാ. അതിപ്പോ വിഷ്ണുവേട്ടൻ വന്നാലും വന്നില്ലെങ്കിലും ഇനി അങ്ങോട്ടെന്നും ഞാൻ വിഷ്ണുവേട്ടന്റെ പെണ്ണ് തന്നെയായിരിക്കും. സത്യാമ്മേ, യാതൊരു കാരണവശാലും സത്യാമ്മ നമ്മുടെ ശാലിനി കുഞ്ഞിനെ സംശയിക്കരുത്. കുഞ്ഞിന്റെ മനസ്സ് പരിശുദ്ധമാണ്. ഒരു കരടും ഒരിക്കലും അവിടെ വരില്ല, ഒരു കലർപ്പും ഉണ്ടാവില്ല. 100% വിശ്വസിക്കാം. ഞാനത് ശാലിനി കുഞ്ഞിനെ മനസ്സിലാക്കിയതുകൊണ്ട് പറയാ സത്യാമ്മേ. അതുപോലെ തന്നെ ശിവനെയും വിശ്വസിക്കാം. ഒരു കൊച്ചിന്റെ കരച്ചില് കേട്ടതുപോലെ തോന്നിയല്ലോ, അതോ എനിക്ക് തോന്നിയതാണോ? അതൊരു കൊച്ചിന്റെ കരച്ചില് തന്നെയാ. എന്തായാലും നോക്കിയേക്കാം. എണീറ്റോ? ചായ എന്തോന്ന് ഈ പരക്കം പാഞ്ഞു നോക്കുന്നേ? ഒരു കൊച്ചിന്റെ കരച്ചില് കേട്ടില്ലേ നേരത്തെ? ഇനി അതെന്റെ തോന്നലാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ശരിയാണല്ലോ, നന്നായി കേൾക്കുന്നുണ്ട്. അല്ല, ഇവിടെ ഏതാ ഈ കൊച്ച്? ഇതൊന്ന് പിടിച്ചേ.
എടി വിജയലക്ഷ്മി, എടി വിജയലക്ഷ്മി, വിജയലക്ഷ്മി നീ ഒന്നെങ്കിൽ വന്നേ. വിജയലക്ഷ്മി, ദേ ഒരു കൊച്ച്. അയ്യോ ഇതേതേ കുഞ്ഞ്. ആ